everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമുക്കൊരു ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ? സോ കം ഓൺ, നമുക്ക് ബിസ്കോഫ് ഫ്ലേവേർഡ് ചീസ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ബിസ്കോഫ് ചീസ് കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. നമുക്ക് ബിസ്കോഫ് ബിസ്ക്കറ്റ് ഉണ്ട്, ബട്ടർ ഉണ്ട്, ഡബിൾ ക്രീം ഉണ്ട്, ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ഉണ്ട്, സോഫ്റ്റ് ചീസ് ഉണ്ട് ആൻഡ് കുറച്ച് ഐസിങ് ഷുഗർ. ആദ്യം നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ആൻഡ് ദെൻ ഈ ബട്ടർ മെൽറ്റ് ചെയ്ത് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് സെറ്റ് ചെയ്യാം. നമ്മൾ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തെടുത്തു, ബട്ടറും മെൽറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് നമ്മൾ ക്രഷ് ചെയ്ത് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ക്രീമും ചീസും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡബിൾ ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഡബിൾ ക്രീം ഇവിടെ വിപ്പ് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ചീസും ബിസ്കോഫ് സ്പ്രെഡും കൂടെ വിപ്പ് ചെയ്യാം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് എംപോറിയത്തിൻ്റെ ഫുൾ ഫാറ്റ് ചീസാണ്. നമുക്കിത് പൊട്ടിച്ചിട്ട് നമ്മുടെ ബൗളിലേക്ക് വയ്ക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ബിസ്കോഫിൻ്റെ കുറച്ച് സ്പ്രെഡ് ഇതിനകത്തിട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി നേരത്തെ ഉണ്ടാക്കി വെച്ച ഡബിൾ ക്രീമും ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചീസ് കേക്കിനകത്ത് നമ്മൾ ക്രീമും ചീസും ഒക്കെ ഈ ട്രേയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 3 to 4 hours ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ഒഴിക്കുകയും അതേപോലെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ 4 hours കഴിഞ്ഞ് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മെൽറ്റ് ചെയ്ത് ബിസ്കോഫ് സ്പ്രെഡ് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ബിസ്കോഫ് സ്പ്രെഡ് മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം കൂടെ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉള്ളൊരു ചീസ് കേക്കാണിത്. നിങ്ങൾക്കത് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.